ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഔട്ട് ഓൺ ട്രിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു ബൈക്ക് ട്രിപ്പ് കുറേ നാൾക്ക് ശേഷം റെഡിയായാണ് ബോൾഗാട്ടിയിൽ നിന്ന്. അപ്പോൾ വരുന്ന ആൾക്കാരൊക്കെ പയ്യെ പരിചയപ്പെടാൻ, കാരണം കുറച്ച് പേരൊക്കെ ഓൺ ദ വേലി ജോയിൻ ചെയ്യുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നു. അത് അമ്മ ഇന്ന് പോണത് കട്ടപ്പനക്ക് അടുത്തുള്ളൊരു സ്ഥലം. അഞ്ചുരുളിയായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്, പിന്നെ സ്ഥലം കിട്ടാതെ ആയപ്പോഴേക്കും കട്ടപ്പനക്ക് അടുത്തൊരു സ്ഥലം, ഒരു പ്രോപ്പർട്ടിയിലേക്കാണ് പോണത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയെ അങ്ങനെ ഞങ്ങളിപ്പോൾ മൂവാറ്റുപുഴ എത്തി. മൂവാറ്റുപുഴയിൽ ഒരു ഫേമസ് ഹോട്ടലുണ്ട്, ഹോട്ടൽ പാരീസ്. ഹോട്ടൽ പാരീസിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറി. പിന്നെന്താണ്, അളിയൻ്റെ വണ്ടിയായിട്ട് ഇറങ്ങിയത്. രാവിലെ ഹിമാലയനായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചാണ്. ഹിമാലയൻ സ്റ്റാർട്ടാവാനുള്ള കുറേ നാളായി ആ സാധനം സ്റ്റാർട്ട് ചെയ്തിട്ട്. ഹിമാലയൻ സ്റ്റാർട്ട് ആകാഞ്ഞുകൊണ്ട് അളിയൻ്റെ വണ്ടിയായിട്ട് ഇറങ്ങി. അപ്പോൾ ബാക്കിയുള്ള ലോകത്ത് ഓർഡർ ചെയ്തിട്ടിരിക്കുന്നു. ഓർഡർ ചെയ്ത് കഴിഞ്ഞില്ലേ, അരമണിക്കൂറായിട്ട് ഓർഡർ ചെയ്ത് തുടങ്ങിയിട്ട്. അതായത് ബോൾഗാട്ടിയുടെ അമ്മ, ഇതാണ് പുതിയ അതിഥികൾ. ഈ രണ്ട് പുതിയ അതിഥികളുണ്ട്. പോർച്ചുഗൽ പോർച്ചുഗീസ് ഭാഷ. നമസ്കാരം പറയാം പോർച്ചുഗീസ് ഭാഷ നിനക്കെന്ന് പറഞ്ഞു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, മനസ്സിലായവര് കമന്റ് ചെയ്യുക. റോഷൻ, വിനോയ് ചേട്ടൻ, ശിവ, രാഹുല്, എല്ലാവരും ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ എല്ലാവരും പണി തുടങ്ങി. മട്ടനും ബീഫും മുട്ട, പിന്നെന്തൊക്കെയാണ് കള്ളപ്പം, പുട്ട്, പൊറോട്ട. ഫുഡ് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ്. നമ്മൾ ഓൾമോസ്റ്റ് ചെറുതോണി എത്തി. അപ്പോൾ നല്ലൊരു സ്പോട്ട് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് നിർത്തുക. സുത്തട്ടത്ത് ഇങ്ങനെ കാണിക്കേണ്ട വീഡിയോ വരോടെ ഇതിൽ. സുത്തട്ട പിടിച്ചോളൂ നിന്നെ. അങ്ങനെയുണ്ട്, പൊളിയല്ലേ? ചെറിയൊരു മഴക്കാറുണ്ട്, ഇടയ്ക്കൊന്ന് മഴ പൊടിഞ്ഞായിരുന്നു. പക്ഷേ ഇതുവരെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാവരും എത്തിയിട്ടില്ല. 4 വൈക്കല്ലേ. അപ്പോൾ ഇനി ഒരു 3 പേരും കൂടി വരാനുണ്ട്. സ്ലോ ആണ് കുറച്ച്. അവിടെ നിന്ന് കുറച്ച് നീങ്ങിയപ്പോഴേക്കതേ വഴിയോരം ബേക്കറി ആൻഡ് കൂൾ ബാർ എന്ന സ്ഥലത്ത് എവിടെ ചെറിയൊരു വെള്ളച്ചാട്ടവും അവിടെ ഇരിക്കാനുള്ളൊരു സ്പോട്ടൊക്കെ കണ്ടപ്പോൾ ചുമ്മാ നിർത്തി. അയ്യോ, കണ്ടു. നല്ല രസമല്ലോ ഇവിടെ. അവിടെ ചെറിയൊരു പാലമൊക്കെ ഉണ്ട്. അപ്പുറത്ത് കുറച്ച് ഫോഴ്സ് കൂടുതലാണ്, ഇവിടെ ഫോഴ്സ് കുറവാണ്. നടക്കണങ്ങൾ എവിടെ ഇരിക്കാനുള്ളൊരു സ്പോട്ട് എവിടെ ആയില്ലോ ഇരിക്കുന്നൊക്കെ പറഞ്ഞു. ഏതാണ്ടൊക്കെ എത്താറായി. നമ്മൾ ഇവിടെ നിന്ന് ആർച്ച് ഡാമിൻ്റെ സൈഡിലെത്തി. ജയജേക്കാണെങ്കിൽ പോർച്ചുഗലിൽ നിന്ന് ജയജേക്കാണെങ്കിൽ ഒരുപാട് സംശയം. ഇത് ഈ ഡാം ചെറുതായിട്ടാണല്ലോ കാണുന്നത്. പോർച്ചുഗൽ ഡാമൊക്കെ ഭയങ്കര വലുതായിരുന്ന. ഇത് സേഫ് ആണെന്ന് എനിക്ക് തോന്നണല്ലേ. സേഫ് ആണല്ലേ ജയജ പറഞ്ഞ പിന്നെ സേഫ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അയ്യോ, ഡാമിൻ്റെ അവിടെ എത്തി. എല്ലാവരും കാപ്പി ചായ ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു. നീ എന്താ പറഞ്ഞത്? കാപ്പി കാപ്പി കാപ്പി. അങ്ങനെ ഫൈനലി നമ്മൾ പ്രോപ്പർട്ടിയിലെത്തി. ചെറുതോണി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കുറേ മഴകൾ കിട്ടി. മഴ പെയ്യുമ്പോൾ നിർത്തിയാണ് പോകുന്നത്. കാരണം നമ്മുടെ വിനോയ് ചേട്ടൻ്റെ മറ്റേ ബുള്ളറ്റിൽ ചെറിയൊരു ബെയറിങ്ങിൻ്റെ പ്രശ്നവും ബ്രേക്കിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട്, പിന്നെ ടയർ വൺ സൈഡായിട്ടിരിക്കുന്നത്, അതുകൊണ്ട് പയ്യെ വന്നത്. അങ്ങനെ പ്രോപ്പർട്ടിയിലെത്തി. പ്രോപ്പർട്ടി കാണിച്ചു തരാം. ഇതാണ് പ്രോപ്പർട്ടിയുടെ പാർക്കിങ്. നമ്മൾ ഈ വഴിയാണ് കയറി വരുന്നത്. പ്രോപ്പർട്ടിയുടെ ഫ്രണ്ട് എനിക്ക് താഴത്തേക്ക് ഇറങ്ങാം, ഞാൻ പിന്നെ കാണിച്ചു തരാം.
അത് പാർക്കിങ് ആൻഡ് എവിടെ ക്യാമറ പൊക്കിയാൽ അവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടോ. ആൻഡ് ദിസ് ഇസ് ദ റിസപ്ഷൻ. ഒരു കോമൺ ഏരിയ ടാങ്കൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു റൂമുണ്ട്. നമ്മൾ ആദ്യം ഫുൾ ഹൗസാണ്, ചെറിയൊരു അബദ്ധം പറ്റി. ഫുൾ ഹൗസാണെന്ന് വിചാരിച്ചാണ് ബുക്ക് ചെയ്തത്, പക്ഷെ ഇവിടെ റൂംസായിട്ടാണ്. പിന്നെ ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ആൻഡ് കിച്ചൺ, വലിയ കിച്ചണാണ് കേട്ടോ, സൂപ്പർ കിച്ചൺ. ഓടൊക്കെ ഇട്ട് സെറ്റാക്കിയാണ്. നമുക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ആരെയോ കഞ്ഞി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെന്താണ്, എല്ലാം ഉണ്ട് കിച്ചണിലുള്ള. ഫ്രിഡ്ജ്, ഓവൻ എല്ലാം ഉണ്ട് ഇവിടെ. പാർട്ടി ബോക്സ്. അപ്പോൾ ഒരു റൂം നമുക്ക് താഴ്ത്തും, ബാക്കി 4 റൂം നമുക്ക് മേളിലാണ്. കളി നിർത്തിയാ ഞാൻ മേളിൽ താഴ്ത്ത് ചേച്ചേനെയും അവരെയും കയറ്റി. ആ എല്ലാ 4 മുറി മേളുള്ളതുകൊണ്ട് എല്ലാവരും ഒറ്റ മുറി മേളിൽ തന്നെ ഇരിക്കുമല്ലോ. എന്താണ് ഇത് ആവും അറിയില്ല. ആ അത് ഞാൻ ഈ റൂം എടുത്തു. അതെ, അതെ, ബാക്കിയുള്ള റൂംസ് ഇവിടെയാണ്. എയർപോർട്ട് വരെയുണ്ട് ഇവിടെ. ലൈറ്റൊക്കെ ഒന്ന് നോക്കിയിടാ. ഇവിടെ ഒരു റൂം. ഓ, ഇത് ഭയങ്കര വലിയ റൂമാണല്ലോ. ഒരു സിംഗിൾ ബെഡ് ഒരു സെപ്പറേറ്റ് ഉണ്ട്. ഇവിടെ റൂം, എല്ലാ റൂംസും ഭയങ്കര സ്പേസ് ആണ് റൂമെല്ലാം. ആ, അപ്പുറത്ത് ഒരു സിംഗിൾ ബെഡ് കിടപ്പുണ്ട്. റൂമെല്ലാം നല്ല സ്പേഷ്യസ് റൂമാണ്. അവിടെ ആ ഭയങ്കര വലിയ കാര്യമൊന്നുമില്ല. അതിന് നിങ്ങളെ വെള്ളമടിക്കരുത്. ഞാൻ അടിക്കുന്നതല്ല. ആകെ ഒരു വ്യൂ ഉള്ളതെന്നുണ്ടെങ്കിൽ എൻ്റെ റൂമിൽ നിന്നും ഫ്രണ്ടിലേക്ക് നോക്കിയാൽ ഇതാ മല കാണാം. അതാണ് ആകെയുള്ള വ്യൂ. ഈ പ്രോപ്പർട്ടി വരുന്നത് കട്ടപ്പന ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയാണ്. ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്തത് അഞ്ചുരുളിയിലെ ഒരു പ്രോപ്പർട്ടി ആയിരുന്നു. ഇവരുടെ തന്നെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അത് ബുക്ക് ചെയ്യാൻ നോക്കി പേയ്മെൻറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് വേറൊരു ടീം പേയ്മെൻറ്റ് ചെയ്ത് അങ്ങനെ ആ പ്രോപ്പർട്ടി കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് തന്ന് ഈ പ്രോപ്പർട്ടി. 10 പേർക്ക് 8,000 റുപ്പീസ്, ഒരാൾക്ക് 800 തന്നെ ഉള്ളൂ. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെന്താണ്, ഫുഡൊക്കെ നമ്മൾ തന്നെ കുക്ക് ചെയ്യണതാണ്. ഇവിടെ ഫുഡൊന്നും കിട്ടില്ല. ഫുഡിനോട് സാധനങ്ങളൊക്കെ ഇനി മേടിക്കാൻ വേണ്ടി ഇറങ്ങണം. അപ്പോൾ എന്തായാലും ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആവട്ടെ. അങ്ങനെ പ്രോപ്പർട്ടിയിൽ ഇപ്പോൾ ഞങ്ങൾ 3 പേര് മാത്രം പോയി. ബാക്കി എല്ലാവരും നൈസായിട്ടൊന്ന് പുറത്തേക്ക് പോയേക്കുന്നു. ഡിന്നറിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട്, ചിക്കനൊക്കെ മേടിക്കാനായിട്ട്. ഇനി ഗ്രില്ലിങ്ങൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് മഴയുണ്ട് ഇപ്പോഴും. ഈ ടെറസിലേക്ക് കയറണതിനെ പറ്റിയപ്പോൾ ഇതിലാണല്ലേ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ തന്നെ. ഓക്കെ, ആ ഇവിടെ ഒരു ഫ്ലോർ ക്ലീൻ ചെയ്യാനുണ്ട് ഇവിടെ. അവിടെ ആ ഒരു ചെറിയ പാർട്ടിയൊക്കെ നടത്താനായിട്ട് പറ്റിയ ഫ്ലോറ്. അല്ല, ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ട്. വീണ്ടും മഴ തുടങ്ങി. ഓടിക്കോ. നൈസായിട്ട് ഞങ്ങൾ കളിക്കാതിരിക്കാന്ന് വിചാരിച്ചു. തോപ്പിച്ചോപ്പിച്ച് മടുത്ത് അതുകൊണ്ടാണ് ഞാൻ തോറ്റിട്ടുള്ള പിന്നെ കളിച്ചോണ്ടിരിക്കുക. പേടിക്കണ്ട പേടിക്കണ്ട, ഇത് കണ്ടിട്ട് പേടിക്കണ്ട. നീ ഓണാക്കാൻ വേണ്ടി രാവിലെ ലക്ഷ്യങ്ങൾ അയ്യേ കുക്കിംഗ് പരിപാടിയൊക്കെ തുടങ്ങി. ഇപ്പൊ ചിക്കൻ ക്ലീനിങ്
നമ്മുടെ കപ്പലിലെ ഷെഫാണിത്. ഇവരിങ്ങനെ വീടുകളിൽ പണിയെടുക്കുമെന്ന് അറിയാൻ പാടില്ല, കപ്പലിൽ മാത്രമേ ഉണ്ടാക്കുള്ളൂ. അമ്മ എത്തിയിട്ടില്ല. അമ്മ കുറച്ച് മസാല പൊടിയൊക്കെ മേടിക്കാന്നിട്ടേ അമ്മ എത്തിയിട്ടില്ല. അല്ലെങ്കിൽ അമ്മയുടെ ചുമതലയായിരുന്നത്. നമ്മളെ കുറച്ചാളെ അറിയാതെ പറ്റിയത് അത് കപ്പലണ്ടി അല്ല, മുളക് തരിയാണ് എടുത്തു. ഉച്ചയൂണ് ഞങ്ങൾ ഇവിടെ അടുത്തുള്ളൊരു വീട്ടിലെ ഊണുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഓർഡർ ചെയ്ത് കറി തീർന്നു പോകണ്ടെന്ന് ഓർത്തിട്ട് വേഗം തന്നെ എടുത്ത് വെച്ചേക്കലൊക്കെ, അല്ലെങ്കിൽ അതൊക്കെ തീരും. എന്ത് ഇല്ല, പുഴുവറുത്ത് പീരലൊതുക്കാക്കി 2 പീരയും 2 വറുത്തത്. പുഴുവറുത്തത് പോയി. ഇത് വേറെ 2 ടൈപ്പ് ഉണ്ടല്ലോ, വേറൊരു മസാല ഉണ്ടല്ലോ ഇവിടെ. ഇത് സംഭവം അമ്മേ പറ, അമ്മേലെ ഉണ്ടാക്കുന്നത്. ഇത് പെരിപ്പരിയാ, ഷിപ്പിലെ ഷെഫ് എന്ന് പറഞ്ഞ നീ ഉണ്ടാക്കി വെച്ചാ. ആ കുക്കിംഗ് പരിപാടി പയ്യെ ഒതുങ്ങിയ സമയത്ത് എല്ലാരും കൂടെ ഒന്ന് കാട് കളി ഡോങ്കി കളിക്കുന്നു. കഴിഞ്ഞ കളിയിൽ ഡോങ്കിയാണ് ഇരിക്കുന്ന ഡോങ്കി. ഈ കളിയിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് കരി കളിയിൽ ഡോങ്കി കളിക്കും. ആ ചേച്ചേ, ഈ പോർച്ചുഗൽ ഡോങ്കി വേണോ? വന്നെ ഡോങ്കിയോ? അങ്ങനെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇടവേള ഒന്ന് ആനന്ദകരമാക്കാൻ ചെറിയ കലാപരിപാടി. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് നേരം കുറയും. ഗ്രില്ലിന്റെ മെഷീൻ ഇതുവരെ എത്തിയിട്ടുള്ള അമ്മ ഇനിയിപ്പോ എണ്ണയിൽ വറക്കാന്നൊക്കെയാണ് പറയണത്. അയ്യോ, ഇനിയിപ്പോ ഗ്രില്ലടി നടക്കുമെന്ന് അറിയാൻ പാടില്ല. ഇതുവരെ ഗ്രില്ലിന്റെ സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. പാവം അമ്മയുടെ മുഖം നോക്കൂ. നമ്മുടെ ഗ്രില്ല് പരിപാടി ഏതാണ്ട് ഫ്ലോപ്പായ പോലെ ഇരിക്കുകയാണ്. ഉച്ചയ്ക്ക് 2:30 എത്തും എന്ന് പറഞ്ഞ സംഭവം ഇപ്പോൾ ഏതാണ്ട് 8 മണിയായി. ഗ്രില്ലിൻ്റെ മെഷീൻ വന്നപ്പോൾ പകുതി മെഷീൻസേ ഉള്ളൂ. അങ്ങനെ ഗ്രില്ല് പരിപാടി ഏതാണ്ട് 3G ഒക്കെ ആയിട്ടിരിക്കണമെന്ന് തോന്നുന്നു. അല്ല, ഞാൻ ഇവിടെ പറഞ്ഞാടാ ഗോപ്രോ. അപ്പോൾ ഉച്ചയ്ക്ക് 2:30 കൊണ്ടുവരാൻ പറഞ്ഞതാണ്. അന്ന് ഇവിടെ നമ്മുടെ പ്രോപ്പർട്ടിയിലെ പുള്ളിയുടെ അടുത്ത് തന്നെയാണ് പറഞ്ഞത് സാധനം സെറ്റ് ചെയ്ത് തരാനായിട്ട്. ആ പുള്ളി പറഞ്ഞ് എക്സ്ട്രാ പേയ്മെൻറ്റ് 500 കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം ഇവിടെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. വെറുതെ എറണാകുളത്ത് അത് ചുമന്നൊന്നും പറയണ്ടല്ലോ. അങ്ങനെ ഇവിടെ വന്ന് പുള്ളിയുടെ അടുത്ത് 2:30 ആകുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞ്. പിന്നെ വിളിച്ച് വന്നാൽ 5:30 എത്തുമെന്ന് പറഞ്ഞ് 5:30 തുടങ്ങി വിളിക്കണേ. അരമണിക്കൂർ പറഞ്ഞ്. ഇപ്പോൾ സമയം 8 മണിയായി. അപ്പോൾ ഗ്രില്ല് ഏതാണ്ട് 3G ആയി. അപ്പോൾ പകുതി ചിക്കൻ എടുത്ത് ശിവ വറുക്കാൻ തുടങ്ങി. പിന്നെ അവിടെ ഗ്രില്ലിൻ്റെ മെഷീൻ വന്നത് പകുതിയുള്ളൂ. ചാർക്കോളിട്ട് കത്തിക്കുക. മേളിൽ ചിക്കൻ വെക്കാനുള്ള സ്റ്റാൻഡൊന്നുമില്ല. അതുകൊണ്ട് സുഹൃത്ത് അവനടുത്ത് പോകേണ്ട ഇവിടെ നിന്നൊന്നും പറഞ്ഞ് ഈ ജീപ്പിൻ്റെ താക്കോലൊക്കെ പിടിച്ച് വെച്ചേക്കണേ. അവന് പോകാനും പറ്റുള്ള. ഗ്രില്ലിൻ്റെ സാധനം ഫുള്ള് വന്ന് ചാർക്കോൾ കത്തിച്ചിട്ട് നീ പോയാൽ എന്ന് പറഞ്ഞാൽ അവനെ പിടിച്ച് വെച്ചേക്കണേ. മിക്കവാറും അവനും നമ്മുടെ പരിപാടിയിൽ നാളെ പോലെ ഉണ്ടാവും. നാളെ അങ്ങോട്ട് അവനും ഉണ്ടാവും മിക്കവാറും. ഒരാളെ കുറവ്. 10 നല്ല നമ്പറല്ല, 11 കലക്കൻ നമ്പറാണ്. അതെന്താ ഇവിടെ ചിക്കൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അവസാനം
അമ്മ ഗ്രില്ലടിക്കാൻ തുടങ്ങി. അപ്പൊ ഇത് അമ്മയുടെ മസാല, ഞാനുണ്ടാക്കിയത്. ഇത് ശിവയുടെ മസാല. ബാക്കിയുള്ളവർ ഇവിടെ കുറച്ച് പേര് ഇവിടെ നിന്ന് ക്യാരംസ് കളി, പിന്നെ കുറച്ച് പേര് അകത്ത് അവിടെ കിടപ്പും മൊബൈൽ കളിയും കാര്യങ്ങളൊക്കെ. ജേജ് മിസ്സായല്ല. അങ്ങനെ കിടക്കാനുള്ള പരിപാടിയിലേക്കായി. കുറച്ച് പേരൊക്കെ കുടിച്ച സ്ഥലത്ത് തന്നെ ഇരുന്ന് കിടന്നുറങ്ങുന്നുണ്ട്. കുറച്ചുകൂടെ പാട്ടും കേട്ടൊക്കെ ഇരിക്കണം. ഞാൻ നേരെ കിടക്കാമെന്ന് വിചാരിച്ച്. രാവിലെ കാണാം. 6:15. ഇന്നലെ നമ്മൾ കുക്കിംഗ് പരിപാടികളൊക്കെ പോയി. സൈറ്റ് സീയിങ്ങൊന്നും പോയില്ല. ഇന്ന് സൈറ്റ് സീയിങ്ങിന് പോകാനൊക്കെ പറഞ്ഞ് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും അല്ല, കുറച്ച് പേര് കഴിഞ്ഞിട്ട് റെഡിയായി. റെയിൻ കോട്ട് കിട്ടിയിരിക്കുന്നു. പൊരിഞ്ഞ മഴ ഇവിടെ. അപ്പോൾ ഇന്നും മിക്കവാറും 3G ആയിരിക്കുള്ളൂ. ഇന്നലെ ഗ്രില്ലിൻ്റെ പരിപാടി 3G ആയി. ഇന്ന് സൈറ്റ് സീയിങ് 3G ആകുമെന്ന് തോന്നുന്നു. അനാ എല്ലാത്തിനെയും കുത്തി എഴുന്നേപ്പിച്ച് ചെറിയൊരു ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ അടുത്ത് തന്നെ അഞ്ചുരുളിത്തുരുത്ത് അങ്ങോട്ട് പോകാന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു പുള്ളിണ്ട്. ഞങ്ങൾ ചായ കുടിക്കാൻ പോയപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് അങ്ങോട്ട് ചെറിയ മണ്ണിടിച്ചിലൊക്കെ ഉണ്ട്, നോക്കി പോയാൽ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാത്തിനെയും കുത്തി എഴുന്നേപ്പിച്ചിട്ടുണ്ട്. മഴയുണ്ട്. ഇപ്പം അങ്ങോട്ട് മാറി നിൽക്കണം, അതുകൊണ്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച്. പോകുന്ന വഴി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമൊക്കെ എടുക്കാം. മഴയാണെങ്കിൽ എടുക്കൽ നടക്കൂല. എൻ്റെ ക്യാമറ വാട്ടർ പ്രൂഫിംഗ് ഒക്കെ പോയി ഇതിൻ്റെ, അതുകൊണ്ട് മഴ. ഫൈനലി വി റീച്ച് അഞ്ചുരുളിത്തുരുത്തും അഞ്ചുരുളി ടണലിലേക്കുള്ള വഴി ഇതാണ്. നമ്മളപ്പോൾ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തു. ഇപ്പോൾ മഴ ഒന്ന് ശമിച്ചിട്ടുണ്ട്. ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ചങ്ങ് നടക്കാനുണ്ട്. രാവിലെ ആയതുകൊണ്ട് വന്ന വഴി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇനി അവിടെ എഴുതി കൊടുക്കണോ എന്താണെന്നൊന്നും അറിയാൻ പാടില്ല. നമ്മൾ എന്തായാലും കയറി പോന്നു. ഇനി തിരിച്ചു പോകുമ്പോൾ പിടിക്കൂല്ലെന്ന് അറിയാൻ പാടില്ല. ഈ ഒരു പോക്കിൽ നമുക്ക് ആരുടെയെങ്കിലും കുണ്ടിയും കുത്തി വീഴ്ച കാണാൻ പറ്റും. മിക്കവാറും നമ്മുടെ ബോൾഗാട്ടിയുടെ അമ്മ സുഹിത്തായിരിക്കുള്ളു വീഴാൻ പോകുന്നത്. അത് നടപ്പ് കണ്ടില്ലേ? ശിവ യു ആർ ഓൺ ദ ക്യാമറ. വീണാ ജെ ബുദ്ധിപൂർവ്വം കാട്ടിലൂടെ നടന്നു വരുന്നുണ്ട് വീഴാതിരിക്കാൻ. ഇവിടെ നടന്നു വന്ന വഴി ചെറുതായിട്ടൊന്ന് തീർന്നിട്ടുണ്ട്. ഇപ്പൊ കാട്ടിൻ്റെ ഉള്ളിൽ കൂടി പോണൊരു ഫീല്. വഴിയുടെ ടെറൈൻസ് പിന്നെ മാറി. നേരത്തെ ചെറുതായിട്ട് നടപ്പാതെങ്കിലും ഉണ്ടായിരുന്നു, അപ്പം അതും മാറി. ഫുള്ള് നമ്മൾ വഴി തെറ്റി കാട്ടിലേക്കാണ് കയറിക്കൊണ്ടിരിക്കണേ. കുറച്ചേരം പിടിക്കൂടാ നമ്മളെ. കാട്ടിൽ അതിക്രമിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ 5000 രൂപ ഒരാൾക്ക് പോയടാ. 10 പേര് 50,000 രൂപ. വാവ്. എടാ നമുക്ക് കാട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണത്. നമുക്ക് കാട്ടിലേക്കാണ് പോകണമെന്ന് തോന്നണ്ട. വഴിയൊക്കെ തീർന്നിട്ടാ. വഴിയുണ്ടാ? വെള്ളച്ചാട്ടം ഇതാണോ നിന്റെ വെള്ളച്ചാട്ടം? വെള്ളച്ചാട്ടം ഉണ്ട്. ഫോറസ്റ്റുകാർ ജീപ്പ് എന്തായാലും വരുമല്ലോ. ഫോറസ്റ്റുകാർ നടക്കൂലല്ലോ ഇങ്ങനെ. ഇത് തന്നെ ഉണ്ട്, ഇത് തന്നെ ഫോറസ്റ്റുകാർ ജീപ്പ് പോയ വഴിയുണ്ടെന്നു. വേളകൾ പുറകിന്ന് ഒച്ച ഉണ്ടാക്കണ്ട്. നടന്ന് വീണ്ടും ഏതോ വീടിൻ്റെ അവിടെ എത്തി. ഈ വീട്ടിൽ ആൾക്കാരുണ്ടല്ലോ. ഓക്കെ, ഇതിവിടെ ഇടിങ്ങാടല്ല. ഇത് നൈസായിട്ട് പണിവാളി. നമ്മ എത്തിയ സ്ഥലം വേറെ ആയിരുന്നു. വഴി തെറ്റി ഒരു വീടിൻ്റെ മുമ്പിലെത്തി. ഇവിടെ അട്ടര കളഞ്ഞ് കളിക്കുന്നതാണ്. നമ്മ ഒരു ചെറിയൊരു ഡീവിയേഷൻ തെറ്റിയതാണ് ഇവിടെ വരെ എത്താനുള്ള കാരണം. കുഴപ്പമില്ല, നമുക്ക് നല്ലൊരു പ്രോപ്പർട്ടി പരിചയപ്പെടാൻ പറ്റി. ഈ പ്രോപ്പർട്ടി അവർ റെൻറ്റിന് കൊടുക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ കാടിൻ്റെ ഉള്ളിൽ വളരെ പ്രൈവസി ആയിട്ട് താമസിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇവിടെയൊക്കെ താമസിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് DM. ഞാൻ പുള്ളിയുടെ നമ്പർ മേടിച്ചിട്ടുണ്ട്. റേറ്റിംഗ് കാരണം ചോദിച്ചില്ല, നമുക്ക് പിന്നെ ചോദിക്കാം. ഇനി തിരിച്ച് കാട്ടി കൂടി അട്ടകടിയും കൊണ്ട് പഴയ സ്ഥലത്തേക്ക് തന്നെ നടന്നു. നമ്മൾ തിരിച്ച്
മെയിൻ സ്ഥലത്തെത്തി. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണെന്നാണ് ആ വീട്ടിലുള്ള ബ്രോസ് പറഞ്ഞത്. നമുക്ക് ഇനി ഇത് നടന്നു നോക്കിയിട്ട് അടുത്ത പ്രോപ്പർട്ടിയിലേക്കാണ് അത്ര നോക്കാം. ഇവിടെയും വീഴാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ആരാണ് വീഴാൻ പോകുന്നത്? സീതേട്ട ബുദ്ധിപൂർവ്വം അപ്പുറത്തെ വഴി കളിച്ചു. എല്ലാവരും ബുദ്ധിപൂർവ്വം അതിലെ കൂടി തന്നെ കളിച്ച്. ആള് വീണിട്ടുണ്ട്. അടുത്ത ഒരാൾ കുണ്ടി കുത്തി വീണ്. അതെ വീണ്ടും പോകുന്നു. പയ്യെ വീണാ മതി. ഞാൻ വീഴോ നോക്കട്ടെ ഇനി. ഞാനില്ല. കൊമ്പൊന്നും പിടിക്കണമെന്നില്ല. ഞാനാ വീണത്. അവിടെ ആരാണ്? ജേജൊക്കെ ആടൊക്കെ പൊളിക്കുന്നത്. ഹലോ ഗായ്സ്, ആ ചെരുപ്പൂരി കൈ പിടിച്ചിട്ട് ഇറങ്ങിയാൽ മതി. അതെ, ചെരുപ്പിട്ടാലാണ് സ്ലിപ്പാണ്. ചെരുപ്പൂരി കൈ പിടിച്ചിട്ട് ഇറങ്ങിയാൽ മതി. ഇവിടെയൊക്കെ വീണാൽ ഓക്കെ ഉണ്ടോ? നേരെ താഴത്തേക്ക് എത്തിക്കോളും. അങ്ങനെ കരി വീണപ്പോൾ ആൽവിന്റെ ഹെൽമെറ്റ് പൊട്ടിച്ചിട്ടുണ്ട്. ഇല്ല പൊട്ടിയിട്ടില്ല. ലോക്ക് പോന്നേ. ഇനിയും ഒരുപാട് ഇറങ്ങാനുണ്ടോ നമുക്ക്? അവിടെയാണ്. നീ എവിടെയെങ്കിലും തൂക്കിറ. ഗായ്സ്, ഫൈനലി നമ്മൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഒരു ബോർഡും ഇല്ല, ഒരു കുന്തും ഇല്ലാതെ ഞങ്ങൾ സ്ഥലം കണ്ടുപിടിച്ചു. This is അഞ്ചുരുളി തുരുത്ത്. വാവ്, അഞ്ചുരുളി തുരുത്ത്. ഓ ഗായ്സ്, നമുക്ക് ഇനി ആ മൂലക്കൊരു ചേട്ടൻ ചൂണ്ടിടുന്നുണ്ട്. അപ്പുറത്തെ ചൂണ്ടിടുന്ന ചേട്ടൻ്റെ അടുത്ത് മീൻ വെള്ളം കിട്ടിയെന്ന് വെച്ചപ്പോഴൊക്കെ പുള്ളി മുഖം തിരിച്ചു മതി. അതുകൊണ്ട് ഞാൻ അങ്ങനെ പോകുന്നില്ല. ഇനി ഈ മൂലക്ക് ചൂണ്ടിടുന്ന ചേട്ടൻ്റെ അടുത്തേക്കൊന്ന് പോവാം. ഇവിടെ നല്ല പ്ലേസ് ആയതുകൊണ്ട് ഞാൻ ചെരുപ്പൊക്കെ ഊരിയിട്ട് അട്ടകടി കൊണ്ട് അതിൻ്റെ കുറച്ച് ചോരയൊക്കെ വരുന്നുണ്ട്. തട്ടണോ? അല്ല, അതെ ഒരു കുഞ്ഞൻ. ഏടാ ഇങ്ങോട്ട് വാടാ. എന്തായാലും ഇവിടെയൊക്കെ ചെരുപ്പില്ലാതെ നടക്കണം. എന്തായാലും പൊളി ഏരിയ. അവിടെ ഒരു ഐലൻഡ് കണ്ട. ഇതിൽ കാണാൻ പറ്റണ്ടെന്ന് അറിയാൻ പാടില്ല. ഗായ്സ് കം ഓൺ. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് നടന്നതിൻ്റെ ഒരു ഫലം നമുക്ക് കിട്ടി. റോഷന്റെ കഷ്ടപ്പാട്. അങ്ങനെ എല്ലാവരും നടന്ന് ഇവിടെ എത്തി. ഫോട്ടോ എടുക്കൽ പരിപാടിയില്ല. എല്ലാവരും ഞാൻ കുറെ ഫോട്ടോ എടുത്ത്. വേറെ മഴ തുടങ്ങി, പണിപാളി. ഇതേ ഞങ്ങൾ ഇനി ഇവിടെ തിരിക്കണ്. നേരെ റൂമിലേക്ക് പോകാൻ വേണ്ടിയുള്ള പരിപാടി. തിരിച്ചു പോകുമ്പോൾ എന്തായാലും ഇനി കുറെ അട്ടകടി ഉണ്ടാവും. ഇതിനുള്ള അട്ട ഉണ്ടോ? ആ കൊള്ളാം. എല്ലാവർക്കും അട്ടകടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി തിരിച്ച് അട്ടകടി മേടിക്കട്ടെ. എന്നിട്ട് റൂമിൽ നോക്കി ചെന്നിട്ട് കാണാം. അപ്പോൾ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി. ഇനി അടുത്ത പരിപാടി ഇവിടെ അടുത്ത എവിടെയെങ്കിലും പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. തിരിച്ചു വേണ്ടി ചെക്കൗട്ട് ആകുക, പോവുക. അപ്പോൾ ഈ കട്ടപ്പനയുടെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു. നമുക്ക് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് ഇടുക. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, പീസ് ഔട്ട്.